എൻ്റെ തൊടയിലെങ്ങനെ കടിച്ചിരുന്നെങ്കിൽ അതൊക്കെ നല്ല തടിയും. എൻ്റെ ഇനോഗ്രേഷൻ്റെ ഒരു റാണിയുണ്ട്, എൻ്റെ അത്ര ആയിട്ടില്ല. ഡ്രസ്സ് അവരെ കൊണ്ട് മണപ്പിക്കും, കാരണം ഇവർക്ക് വയലൻസ് കൂടും. ഈ സിനിമയിലൊക്കെ ഇനി നോക്കുന്നുണ്ടോ അതോ അതെ, സിനിമ എൻ്റെ പാഷനാണ്. ക്യാരക്ടർ വരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്നും ഇങ്ങനെ ഒരേ സ്റ്റേജുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ പിന്നെ വരുന്ന അങ്ങനത്തെ ഒക്കെ കഥകളാണ്. ഞാൻ ആലോചിച്ചാൽ എന്തെങ്കിലും വെറുതെ ഒരു ഓർണമെന്റൽ ഹീറോയിൻ ആവാണ്ട് എന്തെങ്കിലും, ഞാൻ പറഞ്ഞു ഹീറോയിനൊന്നും വേണ്ട, ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, ഞാൻ ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്. അല്ലാണ്ട് അവിടെ പോയി ഒന്ന് ചിരിച്ച് ചായ കൊടുത്ത് ചിരിച്ച് കളിച്ച് ഒരു സോങ് കട്ടൊക്കെ ചെയ്യുന്നതൊക്കെയാണ്, അതൊന്നും എനിക്ക് താല്പര്യമില്ല. ഈ ഫൈറ്റ് സീനുള്ള അതൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യും. ഞാൻ നമ്മുടെ ഈ സിനിമയിലെ നമ്മുടെ മമ്മൂക്കയുടെ പടം മധുരരാജയില്, അതില് മറ്റേ പട്ടി ആക്രമിക്കാൻ വരുന്നു, അതൊക്കെ റിയൽ ആയിട്ട് എടുത്തതാ. അത് ഭയങ്കര സീനായിരുന്നു അതൊക്കെ. അന്നൊക്കെ അത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ആ പട്ടി ഇവിടെ വന്നിട്ട് ഇവിടെ രണ്ടുപേരും കൂടെ മറ്റേ അവരുടെ പ്രൊട്ടക്ടർ വെച്ചേക്കാം, അപ്പോൾ അത് ഷെയ്ക്ക് ചെയ്യും. അപ്പോൾ പട്ടി രണ്ട് സൈഡിലൊക്കെ കടിക്കുന്നത്, ആ പട്ടിയുടെ കടി മാറിയ മറ്റേ നമ്മുടെ പീറ്റർ ഹൈൻസ് സാറായിരുന്നു സ്റ്റണ്ട്. അപ്പോൾ നോ വറീസ് നത്തിങ്. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ പല കഥകളും കേട്ടിട്ടിരിക്കുക, അവരും മരിച്ചിട്ടുണ്ടല്ലോ ഇവരും മരിച്ചിട്ടുണ്ട്. അപ്പോൾ വൈശാഖ് സാറൊക്കെ ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു പ്രശ്നമില്ല. പട്ടിയുടെ മാസ്റ്റർ ഉണ്ടല്ലോ, ലച്ചി അനങ്ങരുത്, സൗണ്ട് ഉണ്ടാക്കരുത്, ഇവിടെയാണ് പട്ടി, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ കടിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുക, നേരെ നോക്കുമ്പോൾ മരങ്ങളൊക്കെ. അപ്പൊ ഞാൻ അല്ലെങ്കിൽ പട്ടി കടിക്കും, ഞാൻ മരിക്കും, അപ്പോൾ എന്തായിരിക്കും വീട്ടിൽ വല്ലതും കൊടുക്കുമോ, ഇങ്ങനെയൊക്കെ എന്റെ ചിന്ത. അത് ആ ടേക്ക് ഓക്കെ ഇല്ല. പീറ്റർ ഹൈൻസ് സാർ അനങ്ങാണ്ട് കിടന്നോ എന്ന് പറഞ്ഞു ഡോഗ് മാസ്റ്റർ. ഷൗട്ട് ലൈക്ക് ഫൈറ്റിംഗ് ഫോർ ലൈഫ് എന്നൊക്കെ. ടേക്ക് ഓക്കെ പറയണില്ല പുള്ളിക്കാരൻ, അതിന്റെ പൈസയും ബാക്കിയിട്ടില്ല നോക്കാം. എന്നിട്ട് ഞാൻ വിളിച്ച് ഷോട്ട് ഓക്കെ ആക്കാൻ വേണ്ടി അലറി കരഞ്ഞ്. അപ്പൊ ഞാൻ എനിക്കറിയാം പട്ടിയുടെ ആ ഒരു ചൂടും സ്മെല്ലൊക്കെ ഇത് ഇവിടെ അടിക്കുന്ന. ദൈവമേ, കടിയെങ്ങാനും മാറി എൻ്റെ രണ്ട് പട്ടി ഇവിടെയും ഈ തൊടയുടെ അവിടെയും മറ്റേ പ്രൊട്ടക്ടർ വെച്ച് മറ്റേ ഒരു ഒരാളെ ഹാൻഡ് വെച്ചിട്ട് അതിന്റെ അടിയിൽ മറ്റേ ഹാൻഡ് പ്രൊട്ടക്ടർ വെച്ചിട്ടുണ്ട്, അവിടെ കടിക്കുന്നത്. എന്റെ തൊടയിലെങ്ങനെ കടിച്ചിരുന്നെങ്കിൽ അതൊക്കെ നല്ല തടിയുണ്ടായിരുന്നു. പട്ടിക്കാണെങ്കിൽ പിന്നെ ഇവർക്ക് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ സത്യമാണ്, നമ്മുടെ ഇട്ട ഡ്രസ്സ് അവരെ കൊണ്ട് മണപ്പിക്കും, കാരണം ഇവർക്ക് വയലൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ സ്മെല്ല് ഇവർക്ക്, ഞാൻ അടുത്ത് വരുമ്പോ തന്നെ ഇവര് പറഞ്ഞ സാധനം കാണിക്കുന്നത്. അത് ഞാനിപ്പോ ആലോചിക്കും. എനിക്ക് എന്നാലും ഡോഗ്സിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ആ സീൻ അന്ന് ചെയ്തപ്പോ പിന്നെ പട്ടി ഇങ്ങനെ ചാടി കയറുന്നൊരു ഷോട്ട് ഉണ്ട്, നമ്മൾ അഡ്ജസ്റ്റ് ചേട്ടനൊക്കെ അന്ന് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഈ ഫേസ്ബുക്കിൽ, പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞു. ആ പട്ടി ചാടിയപ്പോൾ എൻ്റെ അതിൻ്റെ നഖം കൊണ്ടിട്ട് മുറിഞ്ഞായിരുന്നു. എന്നുവെച്ചാൽ അത് ട്രയൽ അടിച്ചതാ. പിന്നെ ഒരു സീനുണ്ട്, അതിൽ ഞാൻ പറയാം. അന്ന് നമ്മുടെ ജെയ് ഒക്കെ ഉണ്ടല്ലോ, ജെയ് വന്നിട്ട് ജെയ്യും ടെൻഷൻ അടിച്ച് നോക്കിയിരുന്നു. കാരണം ഞാൻ ഓടുമ്പോൾ അവിടെ എത്തണം, പട്ടിയുടെ സ്കൂഡ് അയച്ചു വിടും, അതാണ് ഷോട്ട്. കൂടെ അയച്ചു വിടുമ്പോൾ ഞാൻ ഓടണം. അപ്പോൾ ഞാൻ ഓടിയാൽ മതിയല്ലോ. അപ്പോൾ പീറ്റർ ഒരു പോയിന്റ് പറഞ്ഞു, റൺ ഫോർ യുവർ ലൈഫ്. അപ്പം ഞാൻ അപ്പോൾ വൈശാഖ് സാർ അവിടെ ഇരുന്നിട്ട് ഒന്നും നോക്കണ്ട, നീ ഓടുന്ന കുട്ടിയായിരുന്നില്ലേ പണ്ടൊക്കെ, ഒറ്റ ഓട്ടം വെച്ചോളാം എന്ന് പറഞ്ഞു. എങ്ങാനും വീണ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പീറ്റർ സാർ റൺ ഫോർ യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഡോഗ് മാസ്റ്ററിനെ ചോദിച്ചിട്ട് മാസ്റ്റർ ഇങ്ങനെ ഇരിക്കുക, എന്താണെന്ന് അറിയില്ല. അപ്പം ഞാനിങ്ങനെ പീറ്റർ ഹൈൻസ് സാറിനെ ഇങ്ങനെ ഗൂഗിളൊക്കെ അടിച്ചു നോക്കാം, എൻ്റെ ദൈവമേ കഥകളൊക്കെ കുറേ ഉണ്ടല്ലോ. പക്ഷേ അന്ന് ഞാൻ ഓടിയ ഓട്ടം എനിക്ക് തോന്നുന്നു നല്ല ഓട്ടം ഓടി. അവിടെ എത്തുമ്പോൾ മറ്റേ ഇവർ വന്നിട്ട് കടിച്ചവർ കടി തീർക്കണം. അപ്പം ഞാൻ എൻ്റെ അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ ജെയ് പറഞ്ഞായിരുന്നു എൻ്റെ ചുരിദാർ ഇങ്ങനെ പറക്കുമല്ലോ, അപ്പോൾ എൻ്റെ ഒരു അറ്റം എൻ്റെ വയലായിരുന്നു, പക്ഷെ അതിന് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് വലിച്ച് ഇട്ടേനെ തിരിച്ച്. മറ്റേ ചുരിദാറും ഷാളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് ഷോട്ടുകളൊക്കെ എടുത്തിട്ടിരുന്നെങ്കിൽ അടിപൊളിയാണ്. കാരണം നമ്മൾ